എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് ഒരു വീട് വയ്ക്കുക എന്നത്. നമ്മളൊരു വീട് വയ്ക്കാൻ പോകുമ്പോൾ ആദ്യം അന്വേഷിക്കുന്നതാണ് നമ്മളെ വീടിൻ്റെ ബഡ്ജറ്റ്. ഏറ്റവും ആദ്യം നോക്കേണ്ടത് ബഡ്ജറ്റാണ്. ഇപ്പോൾ ഒരു 10 ലക്ഷത്തിൻ്റെ വീട് വെക്കുന്ന പോലെയല്ല ഒരു 20 ലക്ഷം 30 ലക്ഷം ഒരു റേഞ്ച് അനുസരിച്ചിട്ടാണ് നമ്മൾ വീടിൻ്റെ പ്ലാൻ തയ്യാറാക്കേണ്ടത്. അല്ലാതെ നമ്മളൊരു 4 റൂം പ്ലാനെല്ലാം വരഞ്ഞു 2000 സ്ക്വയർ ഫീറ്റ് എത്തി ഒരു 20-30 ലക്ഷമാണ് ബഡ്ജറ്റെങ്കിൽ ആ ഒരു റേറ്റിനത് ഫുൾ ഫിനിഷ് ആവില്ല. അപ്പോൾ ഏറ്റവും ആദ്യം വേണ്ടത് ഒരു വീടിൻ്റെ ബഡ്ജറ്റ് ആദ്യം തീരുമാനിക്കുക എന്നുള്ളതാണ്. ബഡ്ജറ്റിന് ശേഷം നമ്മളൊരു പ്ലാൻ വരയുമ്പോൾ ആദ്യം തന്നെ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളെയും കൊണ്ട് തന്നെ വരയിപ്പിക്കുക. ഒരു പ്ലാൻ വരയാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ആദ്യം എല്ലാവരും ചെയ്യുന്നതാണ് ഒരു കോൺട്രാക്ടറെ പോയി കാണും. കോൺട്രാക്ടറെ പോയി കണ്ടു കഴിഞ്ഞാൽ ആദ്യം അവരൊരു പ്ലാൻ ആക്കിയിട്ട് അവരുടെ ഒരു റേറ്റാണ് ഇട്ട് കൊടുക്കുക. ആദ്യം ഒരു സിവിൽ എഞ്ചിനീയറെ അല്ലെങ്കിൽ ഒരു ആർക്കിടെക്റ്റിനെ കോൺടാക്ട് ചെയ്ത് പ്ലാൻ റെഡിയാക്കുക. ഇപ്പോൾ ഒരു 1000 സ്ക്വയർ ഫീറ്റിൻ്റെ പ്ലാനാണ് വരയുന്നതെങ്കിൽ 2 ബെഡ്റൂം ആണെങ്കിൽ നമ്മളുടെ റിക്വയർമെൻറ്റ്സ് കാര്യങ്ങൾ ഫാമിലിയായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ് മാത്രം നമ്മളൊരു പ്ലാൻ വരയാൻ സ്റ്റാർട്ട് ചെയ്യുക. ഒരു വീടിൻ്റെ വർക്കിൽ ഏറ്റവും കൂടുതൽ സമയം എടുക്കേണ്ട ഒരു സ്റ്റേജാണ് പ്ലാനും 3D എലിവേഷനും ഇൻറ്റീരിയർ ഡിസൈനും ചെയ്യുക എന്നുള്ളത്. പക്ഷെ നമ്മുടെ നാട്ടിലൊരു പ്ലാൻ വരയും, എന്നിട്ട് കോട്ട് എടുക്കും. അത് കഴിഞ്ഞിട്ട് കോൺട്രാക്ടറെ കൊണ്ട് വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷമാണ് 3D എലിവേഷനും ഇൻറ്റീരിയർ ഡിസൈനിലേക്കും പോവുക. അങ്ങനെയല്ല വേണ്ട, ഒരു പ്ലാൻ വരഞ്ഞ് ആ ഒരു പ്ലാനിൻ്റെ 2D പ്ലാൻ ആദ്യം റെഡിയാക്കി അതിൻ്റെ 3D എലിവേഷൻ ചെയ്ത് അതുപോലെ തന്നെ ഇൻറ്റീരിയർ ഡിസൈൻ അകത്തെ ഡിസൈൻ കൂടി ചെയ്ത് കഴിഞ്ഞ് മാത്രമാണ് ഒരു കോൺട്രാക്ടറെ നമ്മൾ സെർച്ച് ചെയ്യേണ്ടതും അതുപോലെ തന്നെ റേറ്റ് എടുക്കേണ്ടതും. ഈ ഒരു 3 സ്റ്റേജ് കംപ്ലീറ്റ് ആയാൽ മാത്രമാണ് ഒരു വീടിൻ്റെ റേറ്റ് ടോട്ടലി എടുക്കാൻ പറ്റുകയുള്ളൂ. ഒരു പ്ലാൻ 2D പ്ലാൻ വരഞ്ഞു കഴിഞ്ഞ് എല്ലാവരും ചെയ്യുന്നതാണ് പിന്നെ ഇലക്ട്രിക്കൽ പ്ലാന്, പ്ലംബിംഗ് പ്ലാന്, സ്ട്രക്ചറൽ പ്ലാന് അങ്ങനെ വരയുന്നത്. പക്ഷേ ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്യുന്നത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇലക്ട്രിക്കലോ പ്ലംബിങ്ങോ ചെയ്യാൻ പറ്റുകയുള്ളൂ സ്ട്രക്ചറൽ പ്ലാൻ വരെ. ഇപ്പോൾ നമ്മളൊരു ഇൻറ്റീരിയർ ഡിസൈനിൽ ഇപ്പോൾ ഒരു ലൈറ്റ് കൊടുത്ത് ഒരു ഫോട്ടോ കൊടുത്ത് ഒരു ലൈറ്റ് പോയിന്റ് കൊടുക്കുകയാണെങ്കിൽ പോലും ആ ഒരു ഇലക്ട്രിക്കൽ ഡ്രോയിങ്ങിൽ ഡിഫറൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ സീലിംഗ് ഡിസൈൻ ഇപ്പോൾ എല്ലാവരും ജിംസ സീലിംഗ് ചെയ്യാറുണ്ട്. മെയിൻ സ്ലാബിൽ തന്നെ സ്പോട്ട് ലൈറ്റും പ്രൊഫൈൽ ലൈറ്റും എല്ലാവരും കൊടുക്കാറുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഇലക്ട്രിക്കൽ ഡ്രോയിങ് വരേണ്ടത് ഏറ്റവും ഫൈനൽ സ്റ്റേജിലാണ്. അതും ഒരു 2000 സ്ക്വയർ ഫീറ്റിൻ്റെ താഴെയുള്ള വീടാണെങ്കിൽ ഇലക്ട്രിക്കൽ ഡ്രോയിങ് വരഞ്ഞ് അതിൻ്റെ ക്വാണ്ടിറ്റി അറിയാൻ വേണ്ടി മാത്രമാണ്. ഇൻറ്റീരിയർ ഡിസൈൻ ഇപ്പോൾ ചെയ്യുന്നതിലൂടെ ഫുള്ളി നമുക്കൊരു ഇലക്ട്രിക്കൽ വർക്ക്, ഇപ്പോൾ സ്വിച്ച് ബോർഡ് ആണെങ്കിലും ലൈറ്റ് പോയിൻ്റ് ആണെങ്കിലും സീലിംഗ് ഡിസൈൻ ആണെങ്കിലും ഡിസൈൻ രൂപത്തിൽ ഫുള്ളി വീട് കയറ്റി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഒരു ക്ലയൻറ്റിൻ്റെ നിലയ്ക്ക് നമുക്കൊരു ഇലക്ട്രിക്കൽ ഡ്രോയിങ്ങിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഏറ്റവും ഫൈനലി മാത്രം ചെയ്യുകയാണെങ്കിൽ ചെയ്താൽ മാത്രം മതി. ഫസ്റ്റ് പ്ലാൻ വരയുമ്പോൾ ബഡ്ജറ്റ് ആദ്യം തീരുമാനിക്കുക. ഇപ്പോൾ ഒരു നോർമലി ഒരു 15 ലക്ഷം ബഡ്ജറ്റുള്ള ഒരാളാണെങ്കിൽ നമുക്കൊരു 3 ബെഡ്റൂമൊക്കെ ചെയ്യുകയാണെങ്കിൽ മാക്സിമം ഒരു 1500 സ്ക്വയർ ഫീറ്റിൻ്റെയൊക്കെ താഴെ മാത്രം നോക്കുക. എന്നാലാണ് ഒരു 15 ലക്ഷത്തിനൊക്കെ നമുക്ക് ഫുൾ ഫിനിഷ് ചെയ്യാൻ പറ്റുള്ളൂ. മാക്സിമം ഒരു 1200-1300 സ്ക്വയർ ഫീറ്റിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു ഫുൾ കോൺട്രാക്റ്റ് അല്ല വർക്ക് കോൺട്രാക്റ്റ് എല്ലാം കൊടുത്ത് മെറ്റീരിയൽ ഇറക്കി ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 15 ലക്ഷത്തിനൊക്കെ ഫുൾ ഫിനിഷ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ സെക്കൻഡ് സ്റ്റേജിൽ നമ്മളൊരു പ്ലാൻ വരയാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യുന്നതാണ് യൂട്യൂബും ഫേസ്ബുക്കും. ഏറ്റവും എൻ്റെ യൂട്യൂബ് ചാനലിൽ തന്നെ ഒരു 600-ൽ കൂടുതൽ പ്ലാനും 3D ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വിളിക്കുമ്പോൾ ഈ ഒരു വീഡിയോ പോലെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് നമ്മളെ പ്ലോട്ടിൻ്റെ സ്കെച്ചാണ്. ഇപ്പോൾ ഒരു 5 സെൻറ്റുള്ള സ്ഥലമാണ് അല്ലെങ്കിൽ ഒരു 10 സെൻറ്റാണ്, ചിലപ്പോൾ വീതി കുറഞ്ഞ് നീളം കൂടിയ സ്ഥലവും അല്ലെങ്കിൽ ഒരു സ്ക്വയർ പ്ലോട്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ നോർമൽ ഇപ്പോൾ വാസ്തു നോക്കാത്ത ആൾക്കാരാണെങ്കിലും നമ്മളൊരു കിച്ചൺ വരേണ്ട പൊസിഷൻ, ഇപ്പോൾ നോർത്ത് ഈസ്റ്റ് അല്ലെങ്കിൽ സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനിലാണ് കിച്ചൺ കൊടുക്കാറ്. ഒരു സൗത്ത് വെസ്റ്റ് കോർണറിലാണ് നമ്മൾ മാസ്റ്റർ ബെഡ്റൂം എല്ലാം കൊടുക്കാറ്. അപ്പോൾ ആ ഒരു ഡയറക്ഷനോടും കൂടിയിട്ടാവും നമ്മളെ പ്ലോട്ടിനനുസരിച്ച് പ്ലാൻ വരിക. അപ്പോൾ ഏറ്റവും ആദ്യം വേറൊരു പ്ലാന് അല്ലെങ്കിൽ ഒരു 3D കോപ്പി പേസ്റ്റ് ചെയ്യണേക്കാളും നമ്മളെ പ്ലോട്ടിൻ്റെ സ്കെച്ചിൽ വരുന്ന ഒരു സംഗതി തന്നെയാണ് ഒരു ബിൽഡിംഗ് റൂള്. ഇപ്പോൾ നമ്മൾ മുനിസിപ്പാലിറ്റി ആണോ പഞ്ചായത്താണോ കോർപ്പറേഷനാണോ അതുപോലെ ഇരിക്കും ബിൽഡിംഗ് റൂള്. അതായത് നമ്മളെ പ്ലോട്ടിൽ വീടിരുന്ന് ലെഫ്റ്റും റൈറ്റും ഫ്രണ്ടും ബാക്കും ഒക്കെ വിടേണ്ട സ്ഥലം അനുസരിച്ചിരിക്കും നമുക്കൊരു വീടിൻ്റെ പ്ലാൻ വരയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരിക്കലും വേറൊരു ഇത് കോപ്പി പേസ്റ്റ് ചെയ്യാം, പക്ഷേ നമ്മളെ പ്ലോട്ടിനനുസരിച്ച് തന്നെ ചെയ്യാം. അല്ലാതെ നമ്മൾ ചെയ്ത് തുടങ്ങുമ്പോഴാവും ആ ഒരു പ്ലാൻ അല്ലെങ്കിൽ ഒരു 3D നമുക്ക് നമ്മളെ പ്ലോട്ടിന് യോജിക്കില്ല എന്ന് മനസ്സിലാവുക. അപ്പോൾ ഒരു സെക്കൻഡ് സ്റ്റേജിൽ നമുക്ക് നമ്മളെ പ്ലോട്ടിൻ്റെ സ്കെച്ച് അനുസരിച്ച് മാത്രം നമ്മൾ പ്ലാൻ വരയ്ക്കുക. നെക്സ്റ്റ് നമ്മൾ പ്ലാൻ വരയുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് 3D എലിവേഷൻ. അപ്പോൾ നമ്മൾ പ്ലാൻ വരയുന്ന സമയത്ത് തന്നെ നമ്മൾ 3D എലിവേഷനോടും കൺസിഡർ ചെയ്തിട്ട് വേണം നമുക്ക് പ്ലാൻ വരയാൻ വേണ്ടിയിട്ട്.
ഒരു പ്ലാൻ വരയുമ്പോൾ ഇപ്പോൾ നമ്മളുടെ നാട്ടിലുള്ള 3D എലിവേഷൻ ഡിസൈനുകളെല്ലാം ഇപ്പോൾ ഫുള്ളി ട്രഡീഷണൽ ടൈപ്പ് ഉണ്ട്. അതുപോലെ തന്നെ കണ്ടംപററി ടൈപ്പ് ഉണ്ട്, കണ്ടംപററി സ്ലോ പ്രൂഫ് മിക്സഡ് ടൈപ്പ് ഉണ്ട്, കൊളോണിയൽ സ്റ്റൈൽ ഉണ്ട്, അറബിക് സ്റ്റൈൽ ഉണ്ട്, അതുപോലെ തന്നെ ട്രഡീഷണൽ കൊളോണിയൽ സ്റ്റൈൽ ഉണ്ട്. അങ്ങനെ ഒരുപാട് ടൈപ്പിലാണ് ഇപ്പോൾ 3D എലിവേഷൻ ഡിസൈനുകളെല്ലാം വരുന്നത്. ഇപ്പോൾ ഇൻറ്റീരിയർ ഡിസൈൻ പോലെ തന്നെ എല്ലാവരും നോക്കുന്നതാണ്. ഇപ്പോൾ ഒരു ചെറിയൊരു 1000 സ്ക്വയർ ഫീറ്റ് വീടാണെങ്കിലും നമുക്ക് കാണാൻ ഭംഗി, ഇപ്പോൾ ഒരു 10 ലക്ഷം മുടക്കി ഒരു വീട് കയറ്റുകയാണെങ്കിൽ നമുക്ക് ഫിനിഷിംഗ് ടൈമിന് എങ്ങനെ ഉണ്ടാവും എന്നുള്ളതിനനുസരിച്ചിരിക്കും നമ്മൾ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് അല്ലെങ്കിൽ ഒരു വാല്യൂ. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ പ്ലാൻ വരയുന്നതിൻ്റെ മുമ്പ് തന്നെ 3D നമ്മൾ ഏതാ സ്റ്റൈലിൽ നിന്ന് ഫിക്സ് ചെയ്തതിന് ശേഷം മാത്രം പ്ലാൻ വരയാൻ തുടങ്ങുക. ഇപ്പോൾ നമുക്കൊരു കണ്ടംപററി ഡിസൈൻ ആണെങ്കിൽ, ഫുള്ളി ഫ്ലാറ്റ് റൂഫിലുള്ള ഡിസൈൻ ആണെങ്കിൽ നമുക്ക് ഏറ്റവും ബഡ്ജറ്റായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്, ഏറ്റവും കോസ്റ്റ് കുറവിൽ ചെയ്യാം. അതുപോലെ തന്നെ ട്രഡീഷണൽ ടൈപ്പിലോട്ടോ അല്ലെങ്കിൽ സ്ലോ പ്രൂഫ് മിക്സഡ് ടൈപ്പിലോട്ടോ പോകുമ്പോൾ ആ ഒരു സ്ലോ പ്രൂഫിൻ്റെ നമുക്ക് എക്സ്ട്രാ കോസ്റ്റ് വരും. ഇപ്പോൾ നമ്മൾ ട്രസ് വർക്ക് ചെയ്തിട്ടാണ് സ്ലോ പ്രൂഫ് സാധാരണ ഇപ്പോൾ ചെയ്യാറ്. മെയിൻ സ്ലാബ് ഫ്ലാറ്റ് ചെയ്ത് ട്രസ് വർക്ക് എല്ലാം ചെയ്തിട്ടാണ് ചെയ്യാറ്. അങ്ങനെ വരുമ്പോൾ ആ ഒരു കോസ്റ്റ് എക്സ്ട്രാ വരുന്നുള്ളൂ. പക്ഷെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീടിനൊരു കൂളിങ്ങും അതുപോലെ തന്നെ അത്യാവശ്യം എലിവേഷൻ ലുക്കായിട്ടും വരും. നെക്സ്റ്റ് നമ്മൾ ഈ ഒരു ബഡ്ജറ്റിനനുസരിച്ച്, ഇപ്പോൾ ആദ്യം പറഞ്ഞ ബഡ്ജറ്റിനനുസരിച്ച് തന്നെ ആയിരിക്കണം ഈ ഒരു എലിവേഷൻ്റെ ഒരു തീമും അതുപോലെ തന്നെ പ്ലാൻ വരയുന്നതും. പിന്നെ ഒരുപാട് വേസ്റ്റേജ് എല്ലാം ക്യാൻസൽ ചെയ്ത് അത്യാവശ്യം യൂസബിൾ ആയിട്ടുള്ള നമ്മളെ ഏരിയ വെച്ചിട്ട് വേണം നമുക്ക് പ്ലാൻ വരയാൻ. ഇപ്പോൾ ഒരു 1000 സ്ക്വയർ ഫീറ്റ് വീട്, ചില വീടുകളിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ തന്നെ ഒരു 1000 സ്ക്വയർ ഫീറ്റ് ഉള്ളെങ്കിലും നമുക്കൊരു 1500 സ്ക്വയർ ഫീറ്റിൻ്റെ ഫീൽ വരും. അതാ ഒരു പ്ലാനിൻ്റെ ഗുണം കൊണ്ട് മാത്രമാണ്. നെക്സ്റ്റ് ആണ് നമ്മളിപ്പോൾ ഒരു 2D പ്ലാൻ വരഞ്ഞു. ഒരു 2D പ്ലാൻ വരഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് 2D പ്ലാൻ തന്നെ ഒരു അഡ്വാൻസ്ഡ് വേർഷനാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന 3D പ്ലാന്. അതായത് നമ്മൾ ഒരു പ്ലാന് പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞ് വീടിൻ്റെ ഹാഫ് നിന്ന് കട്ട് ചെയ്ത മോഡലുള്ളൊരു ഇതാണ് നമ്മൾ 3D പ്ലാൻ എന്ന് പറയുന്നത്. ഈ ഒരു 3D പ്ലാനോടെയും ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഒരു റൂമിൽ ബെഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബെഡിൻ്റെ ചുറ്റും എത്ര സ്ഥലമുണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു വാർഡ്രോബ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ യൂസ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ നമ്മളൊരു സ്റ്റഡി സ്പേസ് എവിടെ സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഡ്രസ്സിങ് ഏരിയ, ഒരു പ്രൈമറി ആയിട്ട് ഈ ഒരു 3D പ്ലാൻ വെച്ചിട്ട് നമുക്ക് ഇൻറ്റീരിയർ ഡിസൈനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒരു പ്ലാൻ വരഞ്ഞു കഴിഞ്ഞ് നമ്മൾ 3D പ്ലാൻ ചെയ്യുന്നതിലൂടെ നമുക്കൊരു എന്തെങ്കിലും എഡിറ്റോ കാര്യങ്ങളോ ചെയ്യണമെങ്കിൽ അതിൽ നിന്ന് നോക്കി തന്നെ ചെയ്യാവുന്നതാണ്. അങ്ങനെ 2D പ്ലാനും 3D പ്ലാനും ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമാണ് നെക്സ്റ്റ് നമ്മൾ 3D ഇൻറ്റീരിയർ ഡിസൈനിലോട്ട് പോകുന്നത്. ഇൻറ്റീരിയർ ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ മോഷൻ വീഡിയോ, ഇപ്പോൾ നമ്മളൊരു ലിവിങ്ങിൽ കയറി കഴിഞ്ഞാൽ സോഫ എങ്ങനെ അറേഞ്ച് ചെയ്യാം, ഈ ഒരു കോർണർ സോഫയുടെ അവിടെ നമുക്കൊരു ഇലക്ട്രിക്കൽ പോയിന്റ് വേണോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ TV യൂണിറ്റ് എവിടെ അറേഞ്ച് ചെയ്യാം, റൊട്ടേറ്റിംഗ് ടൈപ്പ് TV യൂണിറ്റ് ആണോ, അല്ലെങ്കിൽ നമ്മൾ സീലിങ്ങിൻ്റെ ഡിസൈൻ. ഇപ്പോൾ അതെല്ലാവരും മെയിൻ സ്ലാബ് ചെയ്യുന്ന സമയത്ത് തന്നെയാണ് സീലിങ്ങിൽ സ്പോട്ട് ലൈറ്റും പ്രൊഫൈൽ ലൈറ്റും എല്ലാം കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പൊസിഷൻസും കാര്യങ്ങളും അറിയണമെങ്കിൽ നമ്മൾ പ്ലാൻ വരഞ്ഞ് കഴിഞ്ഞതിന് അപ്പോൾ തന്നെ നമ്മൾ ഇൻറ്റീരിയർ ഡിസൈൻ കൂടി ഫിനിഷ് ചെയ്യണം. പ്ലാൻ വരഞ്ഞ് കഴിഞ്ഞ് ഇൻറ്റീരിയർ ഡിസൈൻ അതുപോലെ തന്നെ ചെയ്യുമ്പോൾ നമുക്ക് ഇലക്ട്രിക്കൽ പോയിൻ്റ്, പ്ലംബിംഗ് പോയിൻ്റ്, നമ്മളൊരു 2D ഇലക്ട്രിക്കൽ ഡ്രോയിങ്ങോ പ്ലംബിംഗ് ഡ്രോയിങ്ങോ കണ്ടു കഴിഞ്ഞാൽ ഒരു നോർമൽ പേഴ്സൺ ഒന്നും അറിയില്ല. നമുക്കതിൽ വയറിൻ്റെ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ പൊസിഷൻസ് മാത്രമാണ് അതിൽ നോട്ട് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് മെയിനായിട്ട് ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്യുന്നതിലൂടെ ഒരു നോർമൽ, ഇപ്പോൾ ഒരു ക്ലയൻറ്റിന് തന്നെ നമ്മളെ ലിവിങ് റൂമിൽ എന്തൊക്കെ പോയിന്റ് വരും, അതുപോലെ തന്നെ നമ്മളെ സ്വിച്ച് ബോർഡ് എവിടെ വരും, ഡോർ എങ്ങനെ ഓപ്പൺ ആവും, എല്ലാം നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. നോർമൽ കേസസിൽ ഇത്രയും കാര്യങ്ങളാണ് ഒരു 2D പ്ലാൻ വരയുമ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമ്മളുടെ നാട്ടിലാണെങ്കിൽ ഇപ്പോൾ ഇവിടെ എല്ലാവരും ഒരു പ്ലാൻ വരയുകയാണെങ്കിൽ ആദ്യം ഒരു കോൺട്രാക്ടറെ കാണും, പ്ലാൻ വരയിപ്പിക്കും. പ്ലാൻ വരഞ്ഞ് തറപ്പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ അടുത്തതിനെ പറ്റി ആലോചിക്കുക. അങ്ങനെയല്ല, നമ്മളൊരു പ്ലാൻ വരയുമ്പോൾ എപ്പോഴും പ്ലാനിൻ്റെ ഒപ്പം തന്നെ 3D എലിവേഷനും ഇൻറ്റീരിയർ ഡിസൈനും എല്ലാം ചെയ്ത് ഫിക്സായി ഫയലായി ഓക്കേന് ശേഷം മാത്രം വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. നോർമലി ഒരു 30 ലക്ഷത്തിൻ്റെ വീടാണെങ്കിൽ നമ്മളൊരു മാക്സിമം പോയാൽ ഇതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 30,000-ന് താഴെ മാത്രമാണ് കോസ്റ്റ് വരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു കോസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ വെറും പ്ലാൻ മാത്രം ആദ്യത്തെ സ്റ്റേജിലല്ല നമ്മൾ ലാഭം കാണേണ്ടത്. അതായത് പ്ലാന് 3D എലിവേഷൻ ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞ് മാത്രം വർക്കിനെ പറ്റി തന്നെ ആലോചിക്കാനാണ് ഏറ്റവും ബെറ്റർ. ചില ആൾക്കാർ പ്ലാനും 3D എലിവേഷനും ചെയ്യും, ഇൻറ്റീരിയറിൻ്റെ റേറ്റ് കണ്ടിട്ട് അത് ചെയ്യില്ല. നോർമലി ഒരു ഫുൾ വീട് ഇൻറ്റീരിയർ ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു 2000 സ്ക്വയർ ഫീറ്റൊക്കെ ആണെങ്കിൽ നോർമൽ, അതായത് എല്ലാ ഏരിയയും ചെയ്യാതെ ബേസ് ആയിട്ടുള്ള ഏരിയ മാത്രം ചെയ്യുകയാണെങ്കിൽ നമുക്ക് മാക്സിമം പോയ ഒരു 15,000-ന് താഴെയാണ് റേറ്റ് വരുള്ളൂ. നമ്മളുടെ ഈ ചാനലിൽ പ്ലാന് 3D എലിവേഷൻ ഇൻറ്റീരിയർ ഡിസൈന് ഫുള്ളി ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് വിസിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലത്തെ വീഡിയോ ഡെയിലി നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പ്ലാനും 3D എലിവേഷനും ഇൻറ്റീരിയർ ഡിസൈനും ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക.
അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നത് നമ്മളൊരു പ്ലാൻ വരയുമ്പോൾ ഒരു സിവിൽ എഞ്ചിനീയർ അല്ലെങ്കിൽ ആർക്കിടെക്റ്റിനെ കോൺടാക്ട് ചെയ്ത് മാത്രം പ്ലാൻ വരയുക. പ്ലാൻ വരഞ്ഞ് 3D എലിവേഷൻ ചെയ്ത് ഇൻറ്റീരിയർ ഡിസൈനും ചെയ്യുമെന്ന് ആ ഒരു ആർക്കിടെക്റ്റിനോട് ചോദിച്ചതിന് ശേഷം മാത്രം ഒരാൾ തന്നെ വേണം ഈ 3 ചെയ്യാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ നമുക്ക് ഒരു ബേസ് കിട്ടില്ല. അതുപോലെ തന്നെ അത് 3 ചെയ്ത് കഴിഞ്ഞ് മാത്രം കോൺട്രാക്ടറെ സമീപിക്കുക. അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ.